എന്റെ പൊന്നു മോനെ നിനക്ക് എന്ത് പറ്റിയടാ? இந்த உலகமே உன்னை எதிர்த்தாலும் எல்லா சூழ்நிலையும் தோத்துட்டேன்னு முன்னாடி நின்று அலர்னாலும் அடேங்கப்பா ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി വായ പൊളന്ന് പാക്ക പോറാങ്ക. എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോ ഇല്ല സാർ, ഇതൊന്നും കണ്ടാരും വായ പൊളന്ന് പാക്കാനൊന്നും പോണില്ല സാർ. നീ ഒരു കാര്യം ചെയ്, സൗണ്ട് അങ്ങ് കൂട്ടിയിട്. അയ്യോ അല്ല, അവന്മാരുടെ ചെവിയെങ്കിലും പൊളന്ന് പോണം. അപ്പൊ കൂട്ടല്ലേ? ആ കൂട്ടാം. മോങ്ങൽ പാസം സ്ക്രിപ്റ്റ് എഴുതാൻ ശിവയണ്ണനും മോങ്ങി മെഴുകാൻ സൂര്യണ്ണനും. ഇനി എന്തിനു വേണം? ഇത് മതി. അപ്പോ 2024 ഒരു അൺഡിസ്ക്ലോസ്ഡ് ലൊക്കേഷനിലെ റഷ്യൻ മെഡിക്കൽ റിസർച്ച് സെന്റർ കാണിച്ചാണ് പടം തുടങ്ങുന്നത്. അപ്പോ പലരും ചോദിച്ചതാണ് അൺഡിസ്ക്ലോസ്ഡ് എന്ന് പറഞ്ഞ് എന്തിനാ ഈ ലാറ്റിറ്റ്യൂഡ് ലോങ്ങിറ്റ്യൂഡ് ഒക്കെ എഴുതി കാണിക്കണേന്ന്. പക്ഷെ ഞാൻ കണ്ടത് അതൊന്നുമല്ല. ലോങ്ങിറ്റ്യൂഡിന്റെ സ്പെല്ലിംഗിൽ ഒരു എൻ കുറവാണ്. ഞാനിങ്ങനൊന്നും കണ്ടുപിടിക്കാറില്ല, ഞാൻ ജോലി ഇല്ലാത്തതുകൊണ്ട്. ആ റിസർച്ച് സെന്ററിൽ നിന്ന് ഈ സേറ്റ എന്ന ചെറുക്കൻ ഇറങ്ങി ഓടി ട്രെയിൻ കയറി രക്ഷപ്പെടും. എന്നാൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഒരു പയ്യൻ ട്രെയിൻ കയറി രക്ഷപ്പെട്ടു പോവുകയാണ്. അവന് ക്യാഷ് ആവശ്യമുണ്ട്. അവിടെ ആകെയുള്ളത് കുറച്ച് കരി മാത്രമാണ്. അപ്പൊ അവൻ എന്ത് ചെയ്യും? ആ കരി എടുത്ത് സൂര്യണ്ണന്റെ പടം വരയ്ക്കും. അണ്ണനാണല്ലോ റോളക്സ്, ആ റോളക്സ് വിറ്റ് ക്യാഷ് ആക്കും. ചിലപ്പോ ഞാൻ ഇങ്ങനത്തെ നല്ലപ്പൊളി വിറ്റുകളും അടിക്കും. അങ്ങനെ കോൾഗേറ്റ് മാക്സ് ഫ്രഷിന്റെ പരസ്യത്തിലൂടെ അണ്ണനെ കാണിക്കും. Colgate Max Fresh with cooling crystals. നമ്മൾ പല പടത്തിന്റെയും താഴെ കമന്റ് ആയി കാണും, റീൽസ് ഉണ്ടാക്കുന്ന പിള്ളേർ ഇതിൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കി തരുമെന്ന്. ബ്രോ ടുക്ക് ഇറ്റ് വെരി സീരിയസ്ലി. പുള്ളി ഏതോ റീലോളിക്ക് ഫ്രാൻസിസിന്റെ ഫസ്റ്റ് പാട്ടം അയച്ചു കൊടുത്തു. അവൻ മുടുക്കനായത് ചെയ്തും കൊടുത്തു. അപ്പൊ അണ്ണൻ ഒരു ബൗണ്ടി ഹണ്ടർ ആണ്. ക്യാഷിന് വേണ്ടി പോലീസുകാർക്ക് ആൾക്കാരെ പിടിച്ചു കൊടുക്കുന്ന ആൾ. പുള്ളിക്കാരന്റെ എക്സ് ഗേൾ ഫ്രണ്ട് ദിശ ചേച്ചിയും ബൗണ്ടി ഹണ്ടർ തന്നെ. അവളുടെ ഒരു മുച്ചത് ഞാൻ. എന്നിട്ട് അവിടുന്ന് ഒരു പാട്ട്. സഹൃദയ വയനാട്ടുകാരെ, ഈ ഒരു പാട്ടോടുകൂടി ദിശ ചേച്ചിയെ ഈ പടത്തിലേക്ക് കൊണ്ടുവന്ന കാരണങ്ങൾ വ്യക്തമായെന്ന് കരുതിക്കൊണ്ട് ലെറ്റ്സ് മൂവ് ഓൺ. അങ്ങനെ അണ്ണനും ചേച്ചിക്കും കമ്പോട്ടയുടെ അനിയൻ ജിട്ടുവിനെ പിടിക്കാൻ ഒരു കൊട്ടേഷൻ കിട്ടും. അതിന്റെ ഇടയില് ദീ മുതല് അപ്പൊ ചെറുക്കൻ വിറ്റ്നസ് ആണെന്ന് അറിഞ്ഞ് ചെറുക്കനെ തപ്പി കമ്പോട്ട വരുന്നത് കൊണ്ട് ഇവർ അവനെയും കൊണ്ട് എസ്കേപ്പ് ആകും. അതിനിടയിൽ ചെറുക്കന് വിശക്കും. അപ്പൊ റെസ്റ്റോറന്റിലേക്ക് ദിശ ചേച്ചി വന്ന് അണ്ണനെ ലോക്കാക്കി ചെറുക്കനെ കമ്പൂട്ടയ്ക്ക് ചോദ്യം ചെയ്യാൻ വിട്ടുകൊടുക്കും. അപ്പൊ തന്നെ പൈനന്വേഷിച്ച് റിസർച്ച് സെന്ററിൽ നിന്ന് വന്നവന്മാർ കമ്പൂട്ടയെ വെടിവെച്ചിട്ട് ചെറുക്കനെയും കൊണ്ടുപോകും. അണ്ണൻ അപ്പൊ വിരലൊക്കെ ഓടിച്ച് വിലം കഴിക്കാൻ നോക്കും. വെടിവെപ്പിനിടയിൽ ദിശ ചേച്ചിയെ അണ്ണൻ രക്ഷിച്ചതാണ്. അപ്പൊ ചേച്ചിയോട് ഈ ചോദിച്ചാ പോരായിരുന്നില്ലേ? അവിടുന്ന് നേരെ 1070 5 ദ്വീപുകൾ, ചാവക്കാട്, പാലക്കാട് വഴി. അപ്പൊ റോമൻ ചക്രവർത്തി പെരുമാച്ചി എന്ന ദ്വീപ് പിടിക്കാൻ തീരുമാനിക്കും. അതിനുവേണ്ടി ചാരപ്പണിക്ക് ഇങ്ങേരെ വിട്ടിട്ട് പറയും ആദ്യം 100 പെരുമാച്ചിക്കാരെ കൊന്ന് റൈറ്റ് ഹാൻഡ് വെട്ടി കൊണ്ടുവരാൻ. അപ്പൊ പുള്ളി പറയും പെരുമാച്ചിക്കാർക്ക് പേടി എന്താണെന്ന് അറിയില്ല, യുദ്ധമാണ് അവരുടെ മെയിൻ തൊഴിലെന്ന്. അതെന്തൊരു തൊഴിലാടാ. അങ്ങനെ അവിടുന്ന് 100 പേരെ കപ്പൽ പണിയാൻ എന്ന വ്യാജേന കൊണ്ടുവന്ന് കൊന്ന് കൈയൊക്കെ വെട്ടി വീണ്ടും 100 ആളെടുത്ത് കൊണ്ടുവരാൻ പോകും. അവരെയും കൂട്ടി ഇങ്ങനെ പോകുമ്പോഴാണ് ട്വിസ്റ്റ്. കഴിഞ്ഞ തവണ കൂടെ പോയ പേടിയില്ലാത്ത ഈ പെരുമാച്ചിക്കാരൻ അടി വന്നൊന്ന് കണ്ടപ്പോ ആദ്യം പോയി ഒളിച്ചിരിക്കും. എന്നിട്ട് സ്വന്തം കൈ വെട്ടി അങ്ങ് ഇട്ട് കൊടുക്കും. എണ്ണം തികയ്ക്കാനേ. അങ്ങനെ നമ്മുടെ കങ്കുവയുടെ എൻട്രി. അണ്ണം വന്ന് വില്ലനെ നോക്കി പേടിപ്പിക്കും. ചാരനായ ഇങ്ങനെ എല്ലാരും കൂടി അൽഫാമാക്കിട്ട് നിൽക്കുമ്പോ അയാളുടെ വൈഫ് മോനെ അണ്ണന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് എന്റെ മോനെ അണ്ണൻ നോക്കണമെന്നും പറഞ്ഞ് തീയിൽ ചാടും. ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അണ്ണൻ അപ്പൊ തന്നെ ചെക്കനെ സ്വന്തം മകനായിട്ട് ഏറ്റെടുക്കും. ആൻഡ് ചെക്കൻ ബി ലൈക്ക്, കളയടാ, ആര് ജനിപ്പിച്ചാലെന്താ, ആര് വളർത്തിയാലെന്താ, നമുക്ക് വളർന്നാ പോരെ. ചാരന്റെ മകനായതുകൊണ്ട് ഈ ചെറുക്കനെ പിള്ളേരെ കൂട്ടത്തിൽ കൂട്ടുന്നില്ല. അപ്പൊ അണ്ണൻ വന്ന് അവരെ ഉപദേശിക്കും. നിനക്കതൊക്കെ അങ്ങ് വിട്ട് കളഞ്ഞാൽ പോരെ, നിനക്കതങ്ങ് മറന്നാൽ പോരെ. നിങ്ങൾ അനുഭവിച്ച ചില മാനസിക ആഘാതങ്ങൾ, പേഴ്സണൽ ട്രോമ. അങ്ങനെ എല്ലാം ഷിബുദിനമാക്കി അണ്ണൻ ചെക്കനെ കുറെ അഭ്യാസമൊക്കെ പഠിപ്പിക്കും. ഇതിനിടയിൽ ഇങ്ങേരുടെ ഉപദേശം കേട്ട് ചക്രവരട്ടി ബോബി അണ്ണന്റെ സഹായം ചോദിക്കും. ബോബി അണ്ണന്റെ 2 മക്കളെ പെരുമാച്ച് പിടിക്കാനായി പറഞ്ഞുവിടും. ഇങ്ങേര് ചെന്ന് ഇത് കങ്കുവിനെ അറിയിക്കും. കങ്കുവയ്ക്ക് ഇങ്ങേര് കക്ഷത്തിലെ രോമം മാത്രമാണെന്ന് കക്ഷത്തിനിടയിലൂടെയുള്ള ഷോട്ടിലൂടെ സിംബോളിക്കായി ഡയറക്ടർ കാണിച്ചു തരും.
10,000 പേരുടെ പടയായിട്ടാണ് വരണത്, വേണേ കീഴടങ്ങിക്കോളാൻ പറയുമ്പോ അറിയാലോ സൂര്യണ്ണനാണ്. ഫുൾ മോട്ടിവേഷൻ അങ്ങ് കൊടുക്കും. അങ്ങനെ നമ്മളൊരു ദിവസം ചാവുന്നുണ്ടെങ്കിൽ നമ്മളെ ശവത്തിന് ചുറ്റും ഒരു ബറ്റാലിയൻ പോലീസുകാർ ആകാശത്ത് നോക്കി 3 റൗണ്ട് ടപ്പ് 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 വെടിവെച്ചാൽ എന്ത് കുളിക്കോ? അപ്പൊ അണ്ണൻ പറയും നാളേക്ക് യുദ്ധം തുടങ്ങ പോറെ, അതിനാൽ ഇന്നേക്ക് എല്ലാരും ആടണോ പാടണോ. അപ്പൊ പെരുമാച്ചിക്കാര് പറയും നമ്മൾ ഉറക്കം വിളിച്ച് ഡാൻസ് ഒക്കെ കളിച്ച ടയേർഡാവില്ലേ, യുദ്ധം ജയിച്ചിട്ട് മതിയില്ലെന്ന്. ബട്ട് ആര് കേട്ടാലും നൃത്തം വയ്ക്കുന്ന 4 വരി പാട്ട് അണ്ണൻ്റെ ഉണ്ട്. അതങ്ങ് കാച്ചുമ്പോ അങ്ങനെ യുദ്ധത്തിന് കാട്ടിൽ പോകുമ്പോ ടപ്പേന്ന് എതിർ ടീം 2 എണ്ണത്തിനെ കൊല്ലും. അണ്ണന്റെ മോട്ടിവേഷൻ കേട്ട് വന്ന 2 എണ്ണം പോയി. അതിനോട് പ്രസക്തിയില്ല. എന്നിട്ട് അണ്ണൻ ഒരു കിടിലൻ ഐഡിയ പുറത്തെടുക്കും. ഞാൻ വലിയൊരു മരം എടുത്തങ്ങ് പൊക്കി വീശും. ഞാൻ വീശുമ്പോ നിങ്ങൾ കുനിഞ്ഞിരുന്നാൽ മതി. അല്ലണ്ണ, വില്ലന്മാരും ഇതുപോലെ കുനിഞ്ഞിരുന്നാൽ എത്ര നേരം അണ്ണൻ മരം പൊക്കി നിൽക്കും? ഡേ, സൂപ്പർ സ്റ്റാറുകളുടെ സ്റ്റഡി ക്ലാസ്സിനൊന്നും വരാത്തണ്ട നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ. വില്ലന്മാർ അങ്ങനെയൊന്നും ചിന്തിക്കില്ല. സൂര്യണ്ണൻ നായകനാണ്. എന്നിട്ട് അണ്ണൻ ഹുഡി ഇട്ട് ഫൈറ്റ് ചെയ്യും. എന്നിട്ട് മഴ പെയ്തു തുടങ്ങുമ്പോ ഹുഡി അങ്ങ് മാറ്റും. ഇയാളിതെന്തോന്നു? ഫൈറ്റിനിടയിൽ അണ്ണൻ ആ ചെറുക്കിനോട് വാള് കൊണ്ടുവരാൻ പറയും. ചെക്കൻ സകലടവും അണ്ണന്റെ പഠിച്ചിട്ട് വാള് കൊടുക്കാനായി പറന്നു വന്ന് അണ്ണനെ തന്നെ കുത്തും. ബട്ട് സ്റ്റിൽ ബോബി അണ്ണന്റെ 2 മക്കളെ അണ്ണൻ തട്ടും. പിന്നെ ചെക്കനെ അണ്ണൻ തേടി പിടിച്ച് ചോദിക്കും, നിനക്ക് എന്നെ കൊന്നാ പോരെ കൊല്ലുന്നു പറയും. ചെക്കൻ ഒറ്റ ബുദ്ധിയാണെന്ന് അണ്ണന് മനസ്സിലായിട്ടില്ല. അവനപ്പ തന്നെ കൊല്ലാൻ വരും. അപ്പൊ അണ്ണൻ അയ്യോ അങ്ങനെ ചെയ്തോടാ, പിന്നെ എന്റെ നാടിനെ ആരെ സംരക്ഷിക്കും? യുദ്ധത്തിന്റെ തലേദിവസം ഡാൻസ് കളിപ്പിച്ച കലിപ്പ് പെരുമാച്ചിക്കാർക്കുള്ളതുകൊണ്ട് കിട്ടിയ ഗ്യാപ്പിൽ ചെക്കന്റെ നേർക്ക് എറിയുന്ന വ്യാജേന എല്ലാരും മുന്നിന്നും പിന്നിന്നും അണ്ണന്റെ മേത്തേക്ക് കല്ലെടുത്തെറിയും. പൊന്നെ പെരുമാച്ചി മക്കളെ, അപ്പൊ അണ്ണന്റെ ഡാഡി ചോദിക്കും, നിനക്ക് എന്താ പ്രാന്താണോ? ചെറുക്കന്റെ കണ്ണിൽ എന്തോ തീക്ഷണതയോടെ കത്തുന്നത് നീ കാണുന്നില്ലേന്നും. അപ്പൊ ചെറുക്കൻ അങ്ങ് എക്സ്പ്രഷൻ ഇട്ട് കൊടുക്കും. അപ്പൊ എല്ലാരും കൂടി ചെറുക്കനെ കാട്ടിലേക്ക് വിടാൻ പറയുമ്പോ അണ്ണൻ പറയും, എന്നാ ഞാനും കൂടെ പോവാന്ന്. അല്ല, അന്ന് അണ്ണൻ പറഞ്ഞല്ലോ നാടിനെ സംരക്ഷിക്കണം, അതുകൊണ്ട് ഇപ്പൊ ചാവാൻ പറ്റില്ലെന്ന്. ഇപ്പൊ അവന്റെ കൂടെ കാട്ടിലേക്ക് പോയാൽ അതെന്റെ അപ്പോഴത്തെ ഒരു നമ്പർ. പോയവരാരും തിരിച്ചു വരാത്ത കാടാണ് കരിങ്കാട്. യവന്മാരുടെ ബഹളം സഹിക്കാൻ പറ്റാതെ തിരിച്ചു വരാത്തതായിരിക്കും. അപ്പൊ കാട്ടിൽ വെച്ച് ചെറുക്കനെ അണ്ണൻ മുതലയുടെ വായന്ന് രക്ഷിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും ആ ചെറുക്കന്റെ ജീവൻ രക്ഷിച്ചതല്ലേ, അവനിപ്പോ സ്നേഹത്തിലാകുമെന്ന്. ക്ലീഷേ ബ്രേക്കിംഗ് ആണ് മക്കളെ, അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവൂല. ചെറുക്കൻ പിന്നെയും വന്നലമ്പ്. ഇതിനിടയിൽ ഒരു കിളിക്കുഞ്ഞിന് അമ്മക്കളി തീറ്റ കൊടുക്കുന്നത് കാണുമ്പോ യവൻ ആർക്കും കാണണ്ട, നിർത്തിക്കോ. ആ തീറ്റ കൊടുക്കല് ഈ 2 എണ്ണം ഇങ്ങനെ നോക്കി നിൽക്കും. ഇവിടെ നാക്ക വെള്ളം ഉരിച്ച് കൊതി പിടിപ്പിച്ച് എന്റെ വയറും ചീത്തയാക്കേ പോകണോ? ഇനി മാർക്കറ്റിലുള്ള മറ്റായിട്ട് എടുക്കട്ടെ. ഏത്? സ്ത്രീ ശാക്തീകരണം. അപ്പൊ ചേട്ടന്മാര് ഡെഡായ കലിപ്പിലെ ബോബി അണ്ണന്റെ 3ാമത്തെ മകൻ ഇറങ്ങും. സ്ത്രീജനങ്ങളൊക്കെ പിടിച്ചു വെച്ച് കങ്കുവ ഇപ്പൊ ഇവിടെ എത്തിയില്ലേ നിങ്ങളൊക്കെ കൊല്ലുമെന്ന്. എടെ ഒരു മര്യാദ വേണ്ടേ? കങ്കുവ ഏതോ നിഗുണ്ടമായ കാടിലാണ്. ബട്ട് ഇവരേതോ PPA കൂതി അണ്ണനെ വിവരം അറിയിക്കും. അണ്ണൻ അപ്പൊ തന്നെ മോട്ടിവേഷൻ തുടങ്ങും. ഞാൻ പറഞ്ഞിട്ടാണ് അവർ ഫൈറ്റ് തുടങ്ങിയതെങ്കിലും എനിക്ക് അവിടെ റോള് വേണ്ടേ? ഉണ്ടെണ്ണ ഉണ്ട്. അവർക്ക് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തത് അണ്ണനാണെന്ന് കാണിക്കും. ഇതൊന്നും പോരഞ്ഞിട്ട് അവർ ഫൈറ്റ് ചെയ്യുമ്പോ അണ്ണൻ വന്ന് ഫൈറ്റ് ചെയ്യുന്നു എന്ന് തോന്നുന്ന പോലെയുള്ള സീൻസും. എന്ന് വെച്ചാൽ സർവം അണ്ണന്മയം. അവർക്ക് ഫൈറ്റ് ചെയ്യാൻ അറിയാം, അത് സിമ്പിളായി കാണിക്കേണ്ട കാര്യമുള്ളൂ. സൂപ്പർ സ്റ്റാറായി ജനിച്ചു പോയില്ലേ. 3ാമത്തെ സന്തതിയും ഡെഡായി എന്നറിയുമ്പോൾ ബോബി അണ്ണൻ കളത്തിലിറങ്ങേണ്ട സമയമായി. ബോബി അണ്ണൻ പെരുമാച്ചിനെ നോക്കി യുദ്ധത്തിന് വരുമ്പോ സൂര്യണ്ണൻ കാട് മൊത്തം പന്തം കത്തിച്ച് പെരുമാച്ചിലെ ആൾക്കാരെല്ലാം കാട്ടിലുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അണ്ണന്റെ അടുത്തേക്ക് ഫുൾ ഫോക്കസ് ആക്കും. എന്നിട്ട് അണ്ണൻ ഓൾറെഡി തീ കത്തി മരിക്കാൻ പോകുന്നവന്റെ മേത്തേക്ക് കുന്തമെറിയും. എന്ത് കാര്യത്തിനാണ് ഒരു സുഖം, ഒരു മനസുഖം. പിന്നെ വേലിയിൽ കിടക്കണ പാമ്പിനെ അമ്പിൽ വെച്ച് വിടും. പട്ടി നാറി, നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്ന്. അതിനിടയിൽ ബോബി അണ്ണന്റെ ആൾക്കാർ ചെറുക്കനെ പിടിച്ചോണ്ട് പോകും. ഇവിടെ 2024 ആ ചെറുക്കനെ റിസർച്ച് സെന്റർ ടീംസ് പിടിച്ചോണ്ട് പോകും. ഭഗവാനെ, 2നെയും വേഗം തട്ടിക്കളയണേ. അണ്ണന്റെ മോങ്ങൽ മാത്രം കണ്ടാ മതിയല്ലോ, ആ വെറുപ്പ് ചെക്കനെ സഹിക്കാൻ വയ്യ. 1070 ക്ലൈമാക്സിൽ ആ ചെക്കൻ കയറ് മുറിച്ചാലേ അണ്ണന് ബോബി അണ്ണനെ ഇടിക്കാൻ പറ്റുള്ളൂ എന്ന് വന്നപ്പോ ആ പയ്യൻ സ്വയം കയറ് മുറിച്ച് മീനിന്റെ വായിലേക്ക് ചാടും. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ളൂ മക്കളെ, സന്തോഷായി. അണ്ണൻ ബോബി അണ്ണനെ തീർക്കും. 1070 കപ്പലിലാണ് പരിപാടിയെങ്കിൽ ഇവിടെ അണ്ണൻ ഓടിക്കൊണ്ടിരിക്കുന്ന പ്ലെയിനിൽ ബൈക്കിൽ പറന്നു ചെന്ന് ഫൈറ്റ് ചെയ്ത് പയ്യനെ രക്ഷിക്കും. ഞങ്ങൾ അസ്വസ്ഥരാണ്. ബോബി അണ്ണൻ ഡെഡായെങ്കിലും പുള്ളി മൂകാംബിക യൂണിവേഴ്സൽ ആയതുകൊണ്ട് പരലോകത്ത് നിന്ന് ഇങ്ങനെ വിളിച്ചു പറയും, എനിക്കിനി ഒരു മകൻ കൂടിയുണ്ട്. ആ മകൻ ചാരസന്ധതി ആയതുകൊണ്ട് പുള്ളിനെ ആർക്കും വേണ്ട. ബട്ട് ഇവൻ മാത്രം പറയും പുള്ളി വന്നിട്ട് ചിത കത്തിച്ചോടുവന്ന്. ബട്ട് ബാക്കിയുള്ളവരുടെ നിർബന്ധം കാരണം കത്തിക്കാനായിട്ട് നിൽക്കുമ്പോ ജാരസന്ധതി വന്ന് അവന്റെ കൈ തന്നെ വിട്ടു. വളരെ മോശമായി പോയി. ബട്ട് ഇവനൊക്കെയാണ് ഫ്രണ്ട്. കൈയൊന്ന് പോയാൽ എന്താ? അങ്ങനെ കാർത്തി അണ്ണൻ എത്തും. അയ്യടാ, നീ ലിപ്സ്റ്റിക് കൊണ്ടാണോടാ പല്ല് തേക്കുന്നത്? അതുപോലെ 2024 റിസർച്ച് സെന്ററിലും കാർത്തി തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. സത്യത്തിൽ പിന്നീടുള്ള സീനാണ് എന്നെ ഭയപ്പെടുത്തിയത്.
അവർ സെക്കൻഡ് പാർട്ടിലേക്കുള്ള ഹിന്റ് തന്നിരിക്കുന്നു. എന്റെ സൂര്യണ്ണ, എനിക്ക് നിങ്ങളെ മനസ്സിലാകുന്നില്ല. ഈ സിനിമയൊക്കെ തിയേറ്ററിലിരുന്ന് കണ്ട് കോൾമയർ കൊളണങ്ങിയ ഒരു റേഞ്ച് തന്നെ വേണം. സോറി വിഷമൊന്നും തോന്നരുത് കേട്ടോ. അടുത്ത വ്യാഴാഴ്ച എനിക്ക് വേറൊരു പരിപാടി ഉണ്ട്. അപ്പൊ നമുക്ക് വെള്ളിയാഴ്ച കാണാം.